ഗൂഗിൾ ബിസിനസ് ലീഡ്സ് എക്സ്ട്രാക്ടറിൻ്റെ ഡെമോ വീഡിയോ ആണിത്. സോ ഇതിൽ ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സാണ്. ഓക്കെ, സോ ഈ ഡെമോ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് കീവേഡ്സ് ആണ്. എന്താണ് കീവേഡ്സ് എന്ന് പറയുന്നത്? കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റഡ് B2B കസ്റ്റമേഴ്സിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ എൻ്റെ ഒരു ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് സോഷ്യൽ മീഡിയ ഏജൻസി ആണെന്ന് കരുതിക്കും, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ തവണ എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്ന് കൂടുന്ന കാണാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കീവേഡ്സ് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആരാണെന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇവിടെ ഞാൻ എൻ്റെ 19 ടാർഗറ്റഡ് B2B കസ്റ്റമേഴ്സിൻ്റെ ഇൻഡസ്ട്രി നെയിമും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇ-കൊമേഴ്സും ഉണ്ട്, മാർക്കറ്റിംഗ് ഏജൻസീസും ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, മൊബൈൽ ഷോപ്പുണ്ട്, ഗാഡ്ജറ്റ് കമ്പനീസ്, ഗാഡ്ജറ്റ് സ്റ്റോർ, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എൻ്റെ ടാർഗറ്റഡ് B2B കസ്റ്റമേഴ്സിൻ്റെ. സോ ഞാൻ അടുത്തതായിട്ട് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, അടുത്തതായിട്ട് ഇതിൽ ലൊക്കേഷൻ കൊടുക്കണം. ഞാനൊരു എക്സാമ്പിളിന് ബാംഗ്ലൂർ കൊടുത്തു. ബാംഗ്ലൂർ എൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് 1 കാണാൻ പറ്റും. ഞാൻ ഒരു ലൊക്കേഷൻ മാത്രമേ കൊടുത്തിട്ടു. നിങ്ങൾക്ക് 1-ലധികം ലൊക്കേഷൻസ് കൊടുക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ലൊക്കേഷൻ. അതിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും, എത്ര വേണമെങ്കിലും ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അതിനുശേഷം മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് എക്സ്ട്രാക്ഷൻ എന്നുള്ളതാണ്. സ്റ്റാർട്ട് എക്സ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ ഡേറ്റാസ്, ഓരോരോ എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡേറ്റാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിന് ഇമെയിൽ വരുന്നില്ല. സോ ഇത് എങ്ങനെ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് എക്സ്ട്രാക്ഷൻ നിൽക്കുക. അതിനുശേഷം ഇവിടെ സ്ക്രാപ്പ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് എത്ര ആൾക്കാരാണോ വേണ്ടത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇമെയിൽസ് കിട്ടും. 1-ലധികം ഇമെയിൽ ഉണ്ടെങ്കിൽ 1-ലധികം ഇമെയിൽ കിട്ടും. ഓക്കെ, ഇനി ഒരു ഇമെയിൽ മാത്രമേ ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഇമെയിൽ മാത്രം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഏത് ഇൻഡസ്ട്രിയാണ്, അവരുടെ ലൊക്കേഷൻ, അവരുടെ കമ്പനിയുടെ നെയിം, വെബ്സൈറ്റ്, മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ അഡ്രസ്സ്. ഇമെയിൽ മൂന്നാമത്തെ ഒരു ഇമെയിൽ ഉണ്ടെങ്കിലും കിട്ടും. അതുപോലെ തന്നെ അവരുടെ എക്സാക്റ്റ് അഡ്രസ്സ്, അവരുടെ സ്റ്റേറ്റ്, പിൻകോഡ്, റേറ്റിങ്സ്, എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത് ഇപ്പം 4 റിസൾട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് നോക്കാം ഇത് എത്ര റിസൾട്ടാണ്, എത്ര എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് എത്ര ആൾക്കാരാണ് ഈ ബാംഗ്ലൂർ എന്നുള്ള സിറ്റിയിൽ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് 3000 ഡേറ്റാസാണ്. സോ ഈ 3000 ഡേറ്റാസ് എന്ന് പറയുന്നത് ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത കീവേഡ്സിലുള്ള എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് എത്ര ആൾക്കാരാണ് ബാംഗ്ലൂരിലുള്ളത് അത്രയും ആൾക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, 3000 ആൾക്കാരാണ് അപ്പോൾ എൻ്റെ ബാംഗ്ലൂരിലുള്ളത്. ഞാൻ ലിസ്റ്റ് ചെയ്ത എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ബാംഗ്ലൂരിലുള്ളത് 3000 ആൾക്കാരാണ്. സോ 3000 കമ്പനീസിൻ്റെ ഡേറ്റാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ എക്സൽ ഫയലിലേക്ക് ഡൗൺലോഡ് ആവും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സൽ ഫയൽ ഷീറ്റിൽ കിട്ടും എല്ലാ ഡീറ്റെയിൽസും. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഡെമോ വീഡിയോ.